നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ റിയാലിറ്റിയുടെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് നിങ്ങൾ അബദ്ധത്തിൽ മറ്റൊരു ലോകത്തേക്ക് തെന്നി വീഴാം. വർഷങ്ങളോളം ഓൺലൈൻ ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ദി ബാക്ക് റൂംസ് എന്ന അർബൻ ലെജൻഡിന്റെ തുടക്കം ഈ വരികളിൽ നിന്നായിരുന്നു. നനഞ്ഞ പഴയ കാർപ്പറ്റിന്റെ ദുർഗന്ധം, മഞ്ഞച്ചുവരുകളുടെ അവസാനമില്ലാത്ത ആവർത്തനം, ശ്വാസം നിലച്ചുപോകുന്ന നിശബ്ദതയിൽ എപ്പോഴും മുഴങ്ങുന്ന ഫ്ലൂറസെന്റ് ലൈറ്റുകളുടെ അലോസരപ്പെടുത്തുന്ന ശബ്ദം, അന്ത്യമില്ലാതെ നീണ്ടുകിടക്കുന്ന ശൂന്യമായ മുറികൾ. യാഥാർത്ഥ്യത്തിൽ നിന്ന് തെന്നി വീണ് ആളുകൾ എത്തിപ്പെടുന്ന ഈ വിചിത്ര ലോകം ഇന്ന് വെറുമൊരു വെബ്സൈറ്റിലെ കഥയല്ല. അത് 2026 ഹോളിവുഡിനെ ഞെട്ടിച്ച് 3000 കോടിയിലധികം കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ്. അത്രമേൽ ആകർഷകവും നിഗൂഢവുമായ ബാക്ക് റൂംസ് എന്ന ലോകത്തിന്റെ പിന്നാമ്പുറ കഥകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു സിനിമോസഫി. ബാക്ക് റൂംസ് എന്ന പേരിൽ ഇന്റർനെറ്റ് ലോകത്ത് പ്രചരിച്ച ചിത്രങ്ങൾ തികച്ചും യാഥാർത്ഥ്യമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2019 മെയ് 12 4chan എന്ന സൈറ്റിലാണ് ബാക്ക് റൂംസിന് ആധാരമായ ആ പ്രശസ്തമായ മഞ്ഞമുറിയുടെ ചിത്രം ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ടത്. വർഷങ്ങളോളം ആളുകൾ ഇതിന്റെ ഉറവിടം അന്വേഷിച്ചെങ്കിലും ഒടുവിൽ 2024 മെയ് മാസത്തിലാണ് അതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ അത് അമേരിക്കയിലെ വിസ്കോൺസിനിലുള്ള ഒറിഗോൺ സ്ട്രീറ്റ് എന്ന കെട്ടിടത്തിൽ നിന്ന് എടുത്ത ഫോട്ടോയായിരുന്നു. 1994 വരെ റോണേഴ്സ് ഹോം ഫർണിഷിംഗ് എന്ന ഫർണിച്ചർ കട പ്രവർത്തിച്ചിരുന്ന ആ സ്ഥലം 2002 ഹോബി ടൗൺ USA എന്ന പുതിയ കടയാക്കി മാറ്റാൻ പുനർനിർമ്മിക്കുകയായിരുന്നു. 2002 ജൂൺ 12 രാവിലെ 8:21 കേടുപാടുകൾ സംഭവിച്ച രണ്ടാമത്തെ നിലയിലെ ഒരു വലിയ ശൂന്യമായ മുറിയുടെ ചിത്രം ഒരു സോണി സൈബർ ഷോട്ട് ഡിജിറ്റൽ ക്യാമറയിലാണ് പകർത്തപ്പെട്ടത്. ഇന്ന് ഈ മുറി അവിടെയില്ല. അത് പൂർണ്ണമായും പൊളിച്ചുമാറ്റി അവിടെ റേഡിയോ കൺട്രോൾഡ് കാറുകൾ ഓടിക്കുന്ന ഒരു റേസ് ട്രാക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഫോട്ടോക്ക് 2019 ആരോ നൽകിയ വിചിത്രമായ ഒരു ഭാവനാത്മക കുറിപ്പാണ് ഇന്റർനെറ്റിനെ വിറപ്പിച്ച ബാക്ക് റൂംസ് പ്രതിഭാസമായി മാറിയത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് നിങ്ങൾ അബദ്ധത്തിൽ തെന്നി വീണേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എത്തിപ്പെടുന്നത് ബാക്ക് റൂംസിലായിരിക്കും. നനഞ്ഞ പഴയ പരവതാനിയുടെ ദുർഗന്ധവും മനം പുരട്ടലുണ്ടാക്കുന്ന മഞ്ഞ ചുവരുകളുടെ ഭ്രാന്തമായ ആവർത്തനവും പരമാവധി ശബ്ദത്തിൽ മുഴങ്ങുന്ന ഫ്ലോർ ലൈറ്റുകളുടെ അലോസരപ്പെടുത്തുന്ന മൂളക്കവും മാത്രമുള്ള ഒരിടം. ഏകദേശം 600 മില്യൺ ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ യാതൊരു ക്രമവുമില്ലാതെ പരന്നുകിടക്കുന്ന ശൂന്യമായ മുറികൾ മാത്രമാണ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്. ഇതായിരുന്നു ബാക്ക് റൂംസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു അജ്ഞാതൻ 4chan എന്ന സൈറ്റിൽ പങ്കുവച്ചത്. ഇവിടെ മുതൽ ബാക്ക് റൂംസ് ഇന്റർനെറ്റ് ലോകത്ത് വലിയ തോതിൽ ചർച്ചയായി. ആളുകൾ പല കഥകളും എഴുതിവിടാൻ തുടങ്ങി. പതിയെ ബാക്ക് റൂംസ് ഒരു യൂണിവേഴ്സായി പരിണമിച്ചു. ആരു കേട്ടാലും വിശ്വസിക്കുന്ന ഒരു അർബൻ ലെജൻഡായി മാറി ബാക്ക് റൂംസ്. ബാക്ക് റൂം സിനിമയുടെ സംവിധായകനായ കെയ്ൻ പാഴ്സണിന് അന്ന് 16 വയസ്സായിരുന്നു പ്രായം. അവൻ 3D സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് ബാക്ക് റൂംസ് എന്ന ചിത്രത്തിന് ഒരു തുടർച്ചയുണ്ടാക്കി. ഫൗണ്ട് ഫൂട്ടേജ് എന്ന പേരിൽ അവന്റെ യൂട്യൂബ് ചാനലിൽ ഒരു സീരീസായി അത് അപ്ലോഡ് ചെയ്തു. ലോകത്താകമാനം പിന്നീട് ബാക്ക് റൂംസ് ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീടാണ് A24 സ്റ്റുഡിയോ കെയ്നെ സമീപിക്കുകയും അതൊരു സിനിമയാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വെറും 20 വയസ്സുള്ള കെയ്ൻ പാഴ്സൺ ഹോളിവുഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകനായി മാറി. 2026 മെയ് 29 റിലീസ് ചെയ്ത ബാക്ക് റൂംസ് എന്ന സിനിമ വെറും $10 മില്യൺ ബജറ്റിൽ നിർമ്മിച്ച് വൻ വിജയമാണ് കൈവരിച്ചത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. കഥ നടക്കുന്നത് 1990കളിൽ കാലിഫോർണിയയിലെ സാൻ ജോസ് എന്ന സ്ഥലത്താണ്. പരാജയപ്പെട്ട ഒരു ആർക്കിടെക്ടറും മദ്യപാനിയുമായ ക്ലാർക്കാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. ഭാര്യ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് സ്വന്തമായി വീടില്ലാത്ത ക്ലാർക്ക് തന്റെ സ്ഥാപനമായ ക്യാപ്റ്റൻ ക്ലാർക്സ് ഓട്ടോമൻ എംപയർ എന്ന വലിയ ഫർണിച്ചർ കടയിലാണ് താമസിക്കുന്നത്. തകർന്ന ദാമ്പത്യവും പരാജയങ്ങളും ക്ലാർക്കിനെ അലട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏക ആശ്വാസം തെറാപ്പിസ്റ്റായ മേരി ക്ലൈൻ മാത്രമാണ്. ക്ലാർക്കിനെ പോലെ തന്നെ മേരിയും ദാരുണമായ ഓർമ്മകളിലൂടെ കടന്നുവന്ന വ്യക്തിയാണ്. മാനസിക പ്രശ്നങ്ങളുള്ള അമ്മയും താൻ വളർന്നു വന്ന വീട് വികസനങ്ങൾക്കായി പൊളിച്ചുമെല്ലാം മേരിയെ എപ്പോഴും വേട്ടയാടുന്നുണ്ട്. ഒരു ദിവസം തന്റെ കടയിലെ ലൈറ്റുകൾ വിചിത്രമായി മിന്നുന്നത് ക്ലാർക്കിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. കടയുടെ ബേസ്മെന്റ് പരിശോധിക്കാൻ പോയ അദ്ദേഹം അവിടെയുള്ള ഒരു ഭിത്തിയിൽ അസാധാരണമായ ഒരു വിള്ളൽ അഥവാ നെൽസോൺ എന്ന ദുരൂഹ പോർട്ടൽ കണ്ടെത്തുന്നു. ആ ഭിത്തി കടന്ന് ക്ലാർക്ക് പ്രവേശിക്കുന്നത് നനഞ്ഞ പഴയ പരവതാനിയുടെ ദുർഗന്ധവും മനം പുരട്ടലുണ്ടാക്കുന്ന മഞ്ഞ ചുവരുകളുടെ ഭ്രാന്തമായ ആവർത്തനവും പരമാവധി ശബ്ദത്തിൽ മുഴങ്ങുന്ന ഫ്ലോർ ലൈറ്റുകളുടെ അലോസരപ്പെടുത്തുന്ന മൂളക്കവും മാത്രമുള്ള ഒരു അനന്തമായ സമാന്തര ലോകത്തിലേക്കാണ്. അവിടെയുള്ള ഫർണിച്ചറുകളും വസ്തുക്കളുമെല്ലാം വിചിത്രമായ രീതിയിൽ രൂപം മാറിയാണ് കിടക്കുന്നത്. ആദ്യമായി ഈ പോർട്ടലിൽ നിന്നും തിരിച്ചെത്തിയ ക്ലാർക്ക് ഈ വിവരം തന്റെ തെറാപ്പിസ്റ്റായ മേരിയോടും തന്റെ ജീവനക്കാരനായ ബോബിയോടും ബോബിയുടെ
മേരിയുടെ കാമുകി കാറ്റിയോടും പറയുന്നുണ്ടെങ്കിലും ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. തുടർന്ന് അവിടെ നടക്കുന്ന കാഴ്ചകൾ റെക്കോർഡ് ചെയ്യാനായി അദ്ദേഹം തന്റെ ജീവനക്കാരെയും കൂടെ കൂട്ടുന്നു. വീണ്ടും ബാക്ക് റൂംസിലേക്ക് കയറിയ ക്ലാർക്കിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാകുന്നു. സ്വന്തം മാനസിക പ്രയാസങ്ങളെ അതിജീവിച്ച് മേരി ക്ലാർക്കിനെ കണ്ടെത്താനായി ഈ നെൽസോണിലേക്ക് പ്രവേശിക്കുന്നു. ബാക്ക് റൂംസിന്റെ ശൂന്യമായ മുറികളിലൂടെ ക്ലാർക്കിനെ തിരഞ്ഞു പോകുന്ന മേരിക്ക് ഭീതി ഉണർത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അവർക്ക് നേരിടേണ്ടി വരുന്നത് വിചിത്രമായ രൂപം മാറിയ സ്റ്റിൽ ലൈഫ് പോലുള്ള ഭയാനകമായ ജീവികളെയാണ്. ഒടുവിൽ മേരി ക്ലാർക്കിനെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം പഴയതുപോലെ ഭയമുള്ള ആളായിരുന്നില്ല. പകരം ക്രൂരനായി അദ്ദേഹം മാറിയിരുന്നു. യഥാർത്ഥത്തിൽ ക്ലാർക്ക് അവിടെ അബദ്ധത്തിൽ കുടുങ്ങിയതല്ല, മറിച്ച് സ്വമേധയാ അവിടെ തുടരാൻ തീരുമാനിച്ചതായിരുന്നു. തന്റെ തകർന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ക്ലാർക്കിന് ലഭിച്ച ഏറ്റവും മികച്ച ഇടമായിരുന്നു ബാക്ക് റൂംസിന്റെ ശൂന്യത. തന്നിൽ നിന്ന് യാതൊരുവിധ പ്രതീക്ഷകളുമില്ലാത്ത ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ ഈഗോ പൂർണ്ണമായും സുരക്ഷിതമായിരുന്നു. സിനിമയുടെ അവസാനം മേരി ക്ലാർക്കിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഭീകരജീവി വന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. ഈ സിനിമ ഇത്രയധികം ഭയപ്പെടുത്തുന്ന സിനിമയാകാൻ ചില കാരണങ്ങളുണ്ട്. ചില സ്ഥലങ്ങളെല്ലാം എപ്പോഴും ആളുകളുള്ള സ്ഥലങ്ങളായിരിക്കും. ഉദാഹരണത്തിന് വിമാനത്താവളം, വലിയ റെയിൽവേ സ്റ്റേഷനുകൾ, ഹോട്ടൽ ഇടനാഴികകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും ആളുകളുണ്ടാകും. എന്നാൽ ഈ സ്ഥലങ്ങളെല്ലാം പെട്ടെന്ന് വിജനമാവുകയാണെങ്കിൽ അത് നമ്മെ മറ്റെന്തിനേക്കാളും ഭയപ്പെടുത്തും. ലിമിനൽ സ്പേസുകൾ എന്നാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെ വിളിക്കുന്നത്. നമുക്ക് പരിചിതമായ കെട്ടിടങ്ങളുടെ ഘടനയിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അത് വലിയ വൈരുദ്ധ്യം ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഭയമാണ് നമ്മളിൽ ജനിപ്പിക്കുക. അവസാനം ഡോക്ടർ മേരിയുടെ മുഖം കാണുമ്പോഴും ഈ ഒരു പേടിയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ഈ ഒരു സൈക്കോളജിയാണ് ബാക്ക് റൂംസിന്റെ വിജയത്തിന് പിന്നിൽ. സിനിമയിൽ അധികം ചർച്ച ചെയ്യാത്ത എന്നാൽ കെയ്ൻ യൂട്യൂബിൽ ചെയ്ത സീരീസിൽ വിശദമായി പറഞ്ഞ സംഗതിയാണ് അസിങ്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കമ്പനി. ലോകത്തിലെ സ്ഥലപരിമിതിയും ജനപ്പെരുപ്പവും പരിഹരിക്കാനായി ഈ കമ്പനി വിഭാവനം ചെയ്ത അതീവ രഹസ്യമായ പരീക്ഷണ പദ്ധതിയാണ് പ്രൊജക്ട് ത്രഷർ ഹോൾഡ്. ബാക്ക് റൂംസ് എന്ന സമാന്തര ലോകത്തിലേക്ക് മനുഷ്യർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു കവാടം തുറക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതിനായി അവർ വികസിപ്പിച്ചെടുത്ത ഉപകരണമാണ് ലോ പ്രോക്സിമിറ്റി മാഗ്നറ്റിക് ഡിസ്റ്റോർഷൻ സിസ്റ്റം. ശക്തമായ കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണം വഴി 1989 ഒക്ടോബറിൽ അവർ ബാക്ക് റൂംസിലേക്ക് വഴി തുറക്കുന്നു. സിനിമയിൽ ഈ കമ്പനിയെക്കുറിച്ചോ അവരുടെ റിസർച്ചിനെ കുറിച്ചോ വിശദമായി വ്യക്തമാക്കുന്നില്ല. സിനിമയുടെ പ്രധാന ശ്രദ്ധ ശാസ്ത്രീയ വിശദീകരണങ്ങളിലല്ല, മറിച്ച് ക്ലാർക്ക്, ഡോക്ടർ മേരി ക്ലൈൻ എന്നീ കഥാപാത്രങ്ങളുടെ ഒറ്റപ്പെടലിലും അവരുടെ മാനസിക സംഘർഷങ്ങളിലുമാണ് നൽകിയിരിക്കുന്നത്. അസിങ്ക് കമ്പനി മുൻകാലങ്ങളിൽ MRI മെഷീനുകൾ നിർമ്മിച്ചിരുന്നതായും ആ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തിയാണ് അവർ ഈ പോർട്ടൽ തുറന്നതെന്നും സിനിമയിൽ ചില സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ഈ വശങ്ങൾ സിനിമയിൽ വേണ്ടത്ര വിശദീകരിക്കുന്നില്ല. സിനിമയുടെ അവസാന ഭാഗത്ത് അസിങ്ക് കമ്പനിയുടെ പ്രതിനിധി കടന്നുവരുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള രഹസ്യങ്ങളെക്കുറിച്ച് മേരി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല എന്ന് ലളിതമായി പറഞ്ഞ് അദ്ദേഹം കൈമലർത്തുകയാണ് ചെയ്യുന്നത്. ഇത് സിനിമയ്ക്ക് തികച്ചും വ്യക്തതയില്ലാത്ത ഒരു ക്ലൈമാക്സ് ആണ് നൽകുന്നത്. സിനിമ മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബ് സീരീസ് കണ്ടാൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.